വരുമാനവും എനർജി മനസ്സിന് സന്തോഷം. കൃഷി മനസ്സിലായി. ഇതൊക്കെ ഇതിൻ്റെ ഇടകളൊക്കെ നടക്കുകയും ഇതൊക്കെ കാണുകയും ഏറ്റവും മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു ആയിട്ട് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയും. കണ്ട പുഴു കയറിയിരിക്കണണ്ട അത് പോയല്ലോ. പയർ മുഴുവൻ ഇത് വിഷം അടിച്ചാൽ കുറുമ്പോടി എങ്കിലും ഞാനൊരു കുറുമ്പോടി പോലും ഇടിയല്ല, നമ്മൾ കഴിക്കേണ്ടതല്ലേ. അതിൻ്റെ വിശ്വാസം കൊണ്ടാണ് ഇവിടെ വീട്ടുകാരാണ്, ഈ പ്രദേശത്തുള്ളവരാണ് കൂടുതലും കഴിക്കാൻ. അവർക്കറിയാം ഇത് വിഷമില്ലാത്ത സാധനമാണ്. പച്ചയ്ക്ക് തേങ്ങിനെ കടിച്ചു തിന്നാ തേങ്ങിനെ വേണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ മേല് ചൊറിയോന്നേ ഉള്ളൂ. പിന്നെ മനക്കണക്കെല്ലാം പുള്ളിക്ക് ഒരു എഴുത്തൊന്നുമില്ല, എഴുത്തും കൂട്ടൊന്നുമില്ല. പഴയ കച്ചവടക്കാരനായതുകൊണ്ട് എന്തും ഇപ്പം നമ്മൾ എന്ത് കണക്ക് ചോദിച്ചാലും നമ്മളിരുന്ന് കൂട്ടിക്കുറച്ച് വരുമ്പോഴത്തേക്ക് പുള്ളി അതൊക്കെ പറഞ്ഞു കഴിയും. ഭയങ്കര കണക്ക്. പറ്റിക്കാനൊന്നും പറ്റത്തില്ല, 10 പൈസ പറ്റിക്കാൻ പറ്റത്തില്ല. അവരോട് ചോദിക്കും അവരെന്താ, ഇല്ലെങ്കിൽ പറയും എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാൽ പറയും അവരോട് കുറിച്ച് തരാൻ പറ, എത്രയൊക്കെ മേടിച്ചെന്ന് കുറിച്ച് തരാൻ പറ. പിന്നെ എനിക്കറിയാവുന്ന കൊച്ചു പെൺപിള്ളേരൊക്കെ ആകുമ്പോൾ ഞാൻ പറയും വേണ്ട മോളെ കുഴപ്പമില്ല, അവർ സ്ഥിരമായിട്ട് മേടിക്കുവാണെങ്കിൽ. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ വന്ന് ചൂടാവും. ഞാൻ പറയും അവരെന്നും മേടിക്കുന്നതല്ലേ, 10 രൂപയൊക്കെ കുറഞ്ഞു പോയാലും സാരമില്ലെന്ന് വിചാരിക്കും. പക്ഷെ പുള്ളി കണക്കിന് ഭയങ്കര ഇതാ, കാശെന്ന് പറഞ്ഞാ അവരങ്ങനെ ജീവിച്ചുകൊണ്ട് ഞങ്ങളും അതുപോലൊക്കെ തന്നെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇല്ലെന്ന് പറയത്തില്ല, ഞാൻ പറയത്തില്ല. ഇവിടെ നിന്നാണ് ജീവിതം പഠിച്ചത്. ചൊറിച്ചിലോ എനിക്ക് ഭയങ്കര സ്കിന്നിന് പ്രശ്നമുള്ള എനിക്ക്. അന്നേരം ഇത് ആണെങ്കിൽ വലിയ പ്രശ്നമാണ്. പിന്നെ ഉണ്ട് നടുവ് വയ്യ. ഇത് ഇച്ചിരി ഇപ്പൊ പൊക്കം വെച്ചില്ലേ, മറ്റേ പയ്യെ താഴെ ആയിരുന്നപ്പോ ഞങ്ങൾക്ക് കുനിഞ്ഞു കിടന്ന് എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് നടുവിന് ഭയങ്കര പ്രശ്നം. അച്ഛനതിലും വയ്യ, അച്ഛന് തീരെ വയ്യ. അച്ഛനോട് ഈ വർഷം തൊട്ട് ഞങ്ങൾ പറയുന്നു ഇത് നിർത്തണം എന്ന് പറയാം. എന്നിട്ട് ഇത് തുടങ്ങുമ്പം പറയും മകളെ എനിക്ക് വയ്യ, ഞാനിപ്പം നിർത്തും, അടുത്ത പ്രാവശ്യം എനിക്ക് അച്ഛന് വയ്യ, ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാന്ന് പറയും. ആ സമയമാകുമ്പോൾ അച്ഛൻ പിന്നെ ഇതിനോട് തന്നെ പോകും. ഇത് കുറ്റിപ്പയർ 18 മണിയാൻ പയർ കുറ്റിപ്പയർ. ഇതിന് പടലൊന്നും വേണ്ട, വള്ളിയൊന്നും കെട്ടണ്ട. ഇതിലേ കണ്ട ഈ ഒരു കുറ്റിയെ 8 പയർ 10 പയർ വരെ ഉണ്ടാകും. 18 മണിയനും കാണും. 18 മണി ഇതിന് 18 മണി ഇത്ര തീരെ കുറ്റി അല്ല. ഒരു കുറ്റി ഒരു ഇങ്ങനെ മേപ്പോട്ട് വരുന്ന സാധനത്തെ 8 എണ്ണം 10 എണ്ണം വരെ കായ്ക്കും. ഒരു 30-40 ദിവസത്തെ വിളവ് എടുക്കാൻ പറ്റും, ഇഷ്ടപ്പെടുത്തേ ഉള്ളൂ. അപ്പം നല്ല ആദായം കിട്ടുന്ന ചാരം മാത്രം ഇട്ടാൽ ചാരം വലിയ ആവശ്യം കോഴിയുള്ളൂ. ഇതാണ് പട്ടുചീര. ഇത് കറി വെച്ചാൽ നല്ല രക്തത്തിൻ്റെ കളറാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യം മേടിക്കുന്നതിന് പിന്നെ തിരക്ക് വരും ഈ ചീരയ്ക്ക്. ഒരു കറുപ്പ് ചീര ഒരുപാട് പൊക്കം വയ്ക്കില്ല, ഇതൊരുപാട് പൊക്കം വയ്ക്കില്ല. അത് വേണ്ട, അതാർക്കും വേണ്ട. അത് ഇഷ്ടംപോലെ പൊക്കം വയ്ക്കുന്ന കറുപ്പ് ചീര, അതാരും അത് ഇത്ര വെച്ചില്ല. അത് നല്ല രുചിയുള്ള ചീരയാണ്, പക്ഷേ കടകളിലൊന്നും പോടിയല്ല. അത് തന്നെയല്ല കടക്കാർക്ക് കുറ്റിച്ചീര ഇഷ്ടം. അവർക്ക് തൂക്കി അടുക്കി കെട്ടിക്കൊടുക്കാൻ നല്ലതാണ്. പൊക്കമുള്ള ഒരുപാട് പൊക്കമുള്ള ഇടിക്കുക. നമ്മളിത് കഴിക്കട്ടെ. ഇതൊരു കിലോ ഉണ്ടാച്ചാ? 1 കിലോ കൂടുതലുണ്ട്. വേറെ 80 രൂപയുള്ളൂ. 80 രൂപയ്ക്ക് ഇത്ര സാധനം എവിടെ കിട്ടും? ഒരു കിലോ കൂടുതലുണ്ട്. അച്ഛന് ഞാൻ പറഞ്ഞില്ലേ കച്ചവടക്കാരനായതുകൊണ്ട് പുള്ളിക്കെല്ലാം എടുക്കുന്ന ഒരു പിന്നിപ്പം 2 കിലോ വെണ്ടക്ക ആരെങ്കിലും ചോദിച്ചാൽ അച്ഛനെ എടുത്തു തരുമ്പോൾ ഞാൻ പറയും അച്ഛാ ഇത് 2 കിലോ ഉണ്ടോ, ഞങ്ങൾ തൂക്കും. അന്നേരം പറയും അല്ല കറക്റ്റാ, കച്ചവടക്കാരനായതുകൊണ്ട് കൈത്തൂക്കം അറിയാം. പണ്ടത്തെ കണക്ക് നന്നായിട്ട് കൈത്തൂക്കം എല്ലാം ചെയ്യും. ആർക്കും കൊടുക്കുന്ന 1 രൂപ പോലും 1 ഗ്രാം പോലും കൂടത്ത് കാണത്തില്ല. അതുപോലെ കറക്റ്റായിരിക്കും തൂക്കം. പിന്നെ എല്ലാവർക്കും കൊടുക്കും, കൂടുതലിട്ട് കൊടുക്കും. അച്ഛൻ്റെ സ്വഭാവത്തിൻ്റെയാണ് എല്ലാവരും വരുന്നത്, പിന്നെയും വരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഭയങ്കര നേക്കാ കച്ചവടത്തിന് ആണ്. വരുന്നവർക്ക് പിന്നെയും ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2 കൂടി കൂടുതൽ, ഇതേ നിങ്ങൾക്ക് അത് മോശമാണെന്നുണ്ടെങ്കിൽ ഇതേ 2 കൂടെ ഇരിക്കട്ടെ. അപ്പോൾ അവർ പിന്നെയും വരുമല്ലോ, നാളെയും വരും. ഭയങ്കര കച്ചവടത്തിൻ്റെ നേക്ക. ഇത്ര വലുതാവൂല അല്ല, ഇത് 5 കിലോ വരെ കിട്ടും. ഒരു പറിച്ചത് ആവശ്യക്കാർ വന്നോണ്ടാണ്. ഇപ്പൊ കടയിലുള്ള ചെറുതായി എടുക്കുള്ളൂ. ഇത് പച്ചപ്പി, ഇത് നല്ല പച്ച കളറാ. ഇത് പഞ്ചായത്തിൽ നിന്ന് തന്നോ, പഞ്ചായത്തിന്റെ ബീച്ചിലാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനേക്കാളും വലുതായിരുന്നു. പഴയ രീതി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? ഒരു കൃഷി പഴയ രീതി ചെയ്യുന്നതും പുതിയ രീതി ചെയ്യുന്നതും പഴയ രീതി ചെയ്യണമെന്ന് വെച്ചാൽ വിഷമില്ലാത്ത ആഹാരം, പച്ചക്കറി നമുക്ക് എടുക്കാം, മനസ്സിലായോ? പിന്നെ ആദായം കൂടുതൽ കിട്ടും.
അതായത് കിട്ടും. ഇതിനാന്ന് വെച്ചാൽ മറ്റേ പോലെയല്ല, അതല്ല. നമ്മൾ ഒന്നാണ്ട് നനയ്ക്കുകയും പിടിക്കുകയും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചെയ്യാം. മറ്റൊന്നും ചെയ്യാനൊക്കെ ഇല്ലേ. ഈ അടിവളയിട്ട് ചെയ്താൽ പിന്നെ അതിനെ പുറത്തിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായേ? ഇത് പിന്നെ പുല്ല് പിടിക്കുന്ന കുഴപ്പമുണ്ട് എന്നേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആദായം കൂടുതൽ കിട്ടുന്നത് നമ്മുടെ പഴയ രീതിയിൽ ചെയ്യണം. ഇതെന്തോ കുമ്പളങ്ങ? ഇത് കുമ്പളങ്ങ. അതേ ഇതല്ല, ഇത് 1 കിലോ 1.5 കിലോ കൂടി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉള്ള ഇളവ്. ഇച്ചിരി കയ്യാണ്. ചെറിയ രീതിയിലുള്ള ഇത് വീട്ടാവശ്യത്തിന് മാത്രം. ബീച്ചില് പടവലും പാവല് വീട്ടാവശ്യത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? 50 രൂപയ്ക്ക് കടക്കാർ വിൽക്കണം, ഞാൻ 40 രൂപയ്ക്ക് കൂടെ കൊടുക്കും വീട്ടുകാർക്ക്. എനിക്ക് കിടക്കാനും 35 രൂപ. അപ്പോൾ അവർക്ക് കടയിൽ ചെന്ന് മേടിച്ച് 50 കൊടുക്കണ്ടേ? 40 ഞാൻ കൊടുക്കുമ്പോൾ അവരോട് വരികയല്ലേ. ഇത് നാടൻ വെണ്ടയാണ്. ഇത് 1.5 ആഴം എടുത്തിലേക്ക് മൂത്ത് പോകും. വെണ്ടയുടെ ചോട്ട് കിടക്കണണ്ട. നമ്മൾ ഇതൊക്കെ വെണ്ട ചോട്ട് ഇട്ടിരിക്കുന്നതാണ്. മൂത്ത് പോയി എപ്പോഴും പൊളിയാണ്. ഇന്ന് എടുക്കേണ്ട ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ പറ്റത്തില്ല. കണ്ടോ ഈ വെണ്ടയ്ക്ക് വേറെ കുഴപ്പമുണ്ടോ? ആൾക്കാർക്ക് അല്ലേ ഓടിക്കാൻ പറ്റത്തില്ല, മൂത്താ ഇടിക്കുക. അളഞ്ഞാടിക്കുകയല്ല, തുണി കഷ്ണം ഇവിടെ ഇങ്ങനെ കീറി എടുക്കും. ഇത് കീറി എടുത്ത് ഇത് മൂടാനായത്. ഇത് മൂടിയിൽ ഒറ്റെണ്ണം കിട്ടിയില്ല, മുരുള് പോകും. പാവല്, പടവലം, പീച്ചില്, കുക്കുംബർ, വെള്ളരി, മത്തൻ, ഇതിനൊക്കെ പൂജായപ്പോഴേ ഇതുപോലത്തെ തുണി കഷ്ണം ഇട്ട് ഫുള്ള് മൂടണം. ഞാനിതങ്ങ് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ വിഷായിച്ച് കാണുന്നേ, വെള്ളത്തിനകത്തോട്ട് ചേർക്കണതാ. ഇത് പരമ്പരാഗതമായിട്ട് ചെയ്യണേ. രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് വരും ഇവിടെ? ഇവിടെ കറക്റ്റ് 6 മണിക്ക് വരും. 5 മണിക്ക് ആയിരിക്കും, 5:30 കുളിക്കും. എന്നിട്ട് പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് എത്തിച്ചേച്ച് കറക്റ്റ് 6 മണിക്ക് ഇവിടെ വരും. കാലി ചായ കുടിച്ചു. പിന്നെ ഒരു 9 മണി വരെ പടത്താണ്. സാരിയൊക്കെ സാരി തൂക്കുന്നില്ല, പയർ മൂടിയിടാം. തട്ടാട് സൈഡിലും പേക്കർ. ഇത് എന്നാലും വന്ന് പടക്കം പൊട്ടിച്ചാൽ അവർ പോവുകയില്ല. ഇനി ഇവിടെ വന്ന് കുതിരിക്കും, നോക്കിയിരിക്കും. ഈ പയറിന്റെ ഇലകളൊക്കെ ഒരു വല്ലാത്ത രീതി. അത് ഈ പുഴുകര വരുന്ന മനസ്സിലായി. ഇത് ഇച്ചിരി മറ്റേ ഇത് മേടിച്ച് സ്പ്രേ ചെയ്താൽ ഇത് പോകും. ഇത് തീർന്നു. ഇത് ഒറ്റ മാസേ കിട്ടുള്ളൂ. ഇതിന്റെ കൃഷി രീതി എങ്ങനെയാ? ഇത് കഞ്ഞിക്കുഴി പയറല്ലേ? ഇത് കഞ്ഞിക്കുഴി പയർ നല്ല നീളം വയ്ക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല നീളം, അതായത് ഒരു ഇത് തീരായതുണ്ട്. ഇതിന്റെ ഇത്രയും കൂടെ ഉണ്ട് പയർ. ഇത് തളം ആദ്യമേ കോരും. ഞാൻ ഈ അടിവളമൊന്നും ഇടിയല്ല. നമ്മുടെ നാടൻ രീതി എന്ന് പറഞ്ഞാൽ ഇത് തടം കോരും. എന്നിട്ട് 1 മീറ്ററിൽ 3 എണ്ണം വെച്ച് നടും. ഒരു 3.5 ആകുമ്പോൾ എനിക്ക് എൻ്റെ പഴം എന്ന് പറഞ്ഞാൽ കരികിലച്ചാരം. നമ്മുടെ കുടുംബക്ഷേത്രമാണ്. അവിടെ ഇഷ്ടംപോലെ മരം, ഇവിടെയൊക്കെ വരയില്ലേ, അത് നേരത്തെ അടിച്ച് ചാരം സ്റ്റോക്ക് ചെയ്യും. പയറിന് ചാരാണ്, വേറെ ഒന്നും ഇടുന്നു. ചാരം മാത്രം. ഒരു ചാണകപ്പൊടി ഇടിയാണ്. ചാണകപ്പൊടിയിട്ട പയർ മുരുണ്ടു പോകും. ചാരവും ഇച്ചിരി ദേശം കോഴിവെള്ളം വേണം ഇടാം. ഇത് പൈപ്പ്, ഞാൻ വെള്ളം വരെ പൈപ്പ് ചെയ്തിട്ടുണ്ട്. നനയ്ക്കുകയാണ്, കുഴിച്ചിട്ടു വന്ന് നനയ്ക്കും. ഇത് പിടിക്കുന്നവരെ 2 നേരം നനയ്ക്കണം. 2 നേരം നനയ്ക്കണം, രാവിലെയും വൈകിട്ടും. വള്ളി കയറി കഴിഞ്ഞാൽ ദിവസം നനച്ചാൽ. ചീരയ്ക്ക് 2 നേരം നനയ്ക്കും, കാലത്തും വൈകുന്നേരം ചെയ്തെടുക്കും. ചീരയ്ക്ക് ഗോമൂത്രമുള്ളവർക്ക് വേറെ ഒന്നും വേണ്ട. അത് ചേട്ടൻ ഇങ്ങനെ സമയമൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ടൈം നടക്കുന്നതുകൊണ്ട് പറ്റും. പണിക്ക് പോകണവന് ഇതൊന്നും പറ്റത്തില്ല, ഈ കൃഷി പറ്റില്ല. ചീര എന്ന് വെച്ചാൽ നമ്മൾ 2 നേരം ചീരയുടെ ചെല്ലണം, മനസ്സിലായോ? വൈകുന്നേരം ഈ പുഴു വന്നിങ്ങനെ കൂടും ഇല. അത് ക്ഷമയോടുകൂടി ഓരോന്ന് വിതർത്ത് അതിനകത്തേക്കൊരു പുഴു ഇതിനെ കൊല്ലണം. ചീരയ്ക്കല്ല വേറെ ഒന്നും പറ്റിയില്ല. അല്ലെങ്കിൽ അത് പോക്കാം, കൂടിപ്പോയാൽ അതെടുത്ത് പറിച്ച് കളയേണ്ടി വരും. ഇതെല്ലാം കൂടി എത്ര സെന്റ് സ്ഥലമുണ്ട് ഇവിടെ? 25 സെന്റ് സ്ഥലമേ ഉള്ളൂ. അല്ല വലിയ വിപുലമായിട്ടൊന്നും 25 സെന്റ് ഇത്രയും സാധനം കിട്ടുന്നല്ലേ. അതൊരു 3 മാസത്തെ കൊണ്ട് ഇതെല്ലാം തരും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ പതക്കില്ല. നെല്ല് അത് തന്നെ ചെയ്യും, പണിക്കാരെ വെച്ച് ചെയ്യല. ഈ വയസ്സ് 80 ഉണ്ട്. പണിക്കാരെ വെച്ച് ചെയ്താൽ നമുക്ക് ഉണക്കണ കാശ് കിട്ടും.